ആൻറ്റി കരുതുന്നത് പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന സത്യം. ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് യേശു ക്രിസ്തു. തൻ്റെ ഏറ്റവും വിലയേറിയ പ്രാർത്ഥന വിക്കനായ മോശയുടെ കയ്യിലെ വടി പോലെ എന്നെയും കയ്യിലെടുക്കണമേ, കാരുണ്യത്തിൻ്റെ തൂവലായി മോചനത്തിൻ്റെ വടിയായി എന്നെയും രൂപപ്പെടുത്തണമേ. അതെ, ആൻറ്റിയിൽ നിന്ന് നമുക്ക് മറുപടി പ്രസംഗം കേൾക്കാം. എന്നോട് പ്രസംഗിക്കാനല്ലല്ലോ പറഞ്ഞത്, എന്നോട് പ്രസംഗിക്കാനല്ല പറഞ്ഞത്, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര നന്നായിട്ട് പാടാൻ പറ്റുമോയെന്നറിയില്ല. ദൈവം കൃപ തരുന്നതനുസരിച്ച് പാടാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ അല്പം ചില വാക്കുകളും കൂടെ പറയാം. അൻപിൻ കരം പിടിച്ചെന്നെ നടത്തിയിടുന്നു, അനുദിനം സ്നേഹം തന്ന് പുലർത്തിയിടുന്നു. വീട് പോകാതെന്നും ദയ താങ്ങിടുന്നല്ലോ, നന്ദിയോടെ നാഥനെ നാം സ്തുതിച്ചിടുക. അൻപിൻ കരം പിടിച്ചെന്നെ നടത്തിയിടുന്നു, അനുദിനം സ്നേഹം തന്ന് പുലർത്തിയിടുന്നു. വീട് പോകാതെന്നും ദയ താങ്ങിടുന്നല്ലോ, നന്ദിയോടെ നാഥനെ നാം സ്തുതിച്ചിടുക. നാഥ സ്തോത്രം, സ്തോത്രം, നാഥ സ്തോത്രം, നന്ദി നന്ദി നന്ദി, സ്തുതി സ്തോത്രം. നാഥ സ്തോത്രം, സ്തോത്രം, നാഥ സ്തോത്രം, നന്ദി നന്ദി നന്ദി, സ്തുതി സ്തോത്രം. ചപലമായ ജഡസ്വഭാവങ്ങളും ജാതിമോഹങ്ങളുമെല്ലാം വെടിഞ്ഞിടുക. ചപലമായ ജഡസ്വഭാവങ്ങളും ജാതിമോഹങ്ങളുമെല്ലാം വെടിഞ്ഞിടുക. ചവറായ ശേഷിപ്പുകൾ ശക്തികളിൽ
എന്നോട് സാച്ചു പറഞ്ഞു നന്ദി പറയാൻ. ആർക്കാ? എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ച ദൈവത്തിന് തന്നെ നന്ദി പറയാം. ദൈവത്തിന് നന്ദിയും സ്തോത്രവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും വേദനയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിടാറുണ്ട്. അതില്ലാത്ത മനുഷ്യരാരുമില്ല. പിന്നെ അതിൻ്റെ ഇരയായിത്തീരണോ, അതിനെ അതിജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവസരവും ദൈവം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വയമാണ് തീരുമാനിക്കേണ്ടത് വിക്റ്റിമാകണോ സർവൈവറാകണോ എന്നുള്ളത്. സർവൈവറാകാൻ സ്വന്തമായിട്ട് ആർക്കും കഴിയില്ല, എനിക്കും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും ഒന്നിലും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ സഹോദരൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വലത്ത് ഭാഗത്ത് തണലായിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ചിന്തിക്കാറുണ്ട്, ഏതാണ്ട് എനിക്കൊരു 43-44 വയസ്സായിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. എത്ര വർഷമോ പാഴാക്കി കളഞ്ഞത്. ഈ പാഴാക്കി കളഞ്ഞ വർഷങ്ങളാണ് കൂടുതലുള്ളത്. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല, ചിന്തിക്കുന്നില്ല. എനിക്കതിന് മുമ്പേ ഇതൊക്കെ എഴുതാനോ ഒക്കെയുള്ള കഴിവ് ദൈവം തന്നിരിക്കുമല്ലായിരുന്നോ? പക്ഷെ അത് ഉപയോഗിക്കപ്പെട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിന്ന് പോയി കുറച്ച് നാൾ വീട്ടിൽ താമസിക്കേണ്ടി വന്നപ്പോൾ, ഏതാണ്ട് 3-4 വർഷം താമസിക്കേണ്ടി വന്നപ്പോൾ അവിടെ എന്നോട് വർത്തമാനം പറയാനായിട്ടില്ല. ഇവിടെയാണെങ്കിൽ 2-3 നുണയൊക്കെ പറഞ്ഞ് 5-6 പേരോടൊക്കെ അസൂയപ്പെട്ട് ഒക്കെ ഇരിക്കായിരുന്നു. പക്ഷേ അവിടെ ഇതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവിടെയുള്ളവർക്ക് വീട്ടുജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് വർത്തമാനം പറയാനൊന്നും ആരുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വല്ല മൂളിപ്പാട്ടും പാടുകയോ 5-6 അക്ഷരങ്ങൾ അറിയാവുന്നത് കുറിക്കുകയൊക്കെയാണ്. എഴുതണമെന്ന് വിചാരിച്ചാൽ വേറെ എന്തോ എഴുതുന്നത് എന്നെക്കുറിച്ച് തന്നെ അങ്ങ് എഴുതാം. അപ്പോൾ എന്നെക്കുറിച്ചാണല്ലോ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, വേറെ ആരുടെയും കാര്യം അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എഴുതി വെച്ചത് അബദ്ധത്തിലാണ് പുസ്തകമായത്. എല്ലാവരും പറഞ്ഞ് എനിക്ക് എഴുതാൻ അറിയാവുന്ന, അതുകൊണ്ട് അത് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഏതാണ്ട് പൂജയുടെ ഹോളിഡേയ്സ് കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷൻ വരുന്നവരെയുള്ള സമയത്ത് 1-ാം ക്ലാസ്സിൽ പോയിട്ടേ ഉള്ളൂ. എന്നെ ആരെങ്കിലും വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നടന്നപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ ഇടയായ ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് പഠിപ്പിച്ച് തന്ന ഒരേ ഒരു കാര്യം അതാണ്. ബാക്കിയുള്ളതൊക്കെ എൻ്റെ സർവശക്തനായ ദൈവം, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി തരുന്ന ദൈവം എന്നെ പഠിപ്പിച്ച് തന്നതാണ്. അപ്പം ഞാൻ ഈ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് നോക്കിയിട്ട്, അയ്യോ ഈ വാക്കുകളൊക്കെ എനിക്കറിയായിരുന്നോ, എനിക്കിങ്ങനെയൊക്കെ എഴുതാൻ എങ്ങനെയാണ് പറ്റിയത്, ഇത് ഞാൻ തന്നെയാണോ എഴുതിയത്, അതോ ഇനി അവർ കറണ്ട് ബുക്സോ CSSO അവരാരെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് എഴുതി ചേർത്തതാണോ? അല്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ. എനിക്കത് പറഞ്ഞു തന്നത്, ഒരു വാക്കുകൾ എഴുതുന്ന ഉടനെ അത് എങ്ങനെ വേണം, അതിനടുത്ത വാക്ക് എന്തായിരിക്കണമെന്ന് പറഞ്ഞു തന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അല്ലാതെ കൊണ്ട് എനിക്ക് മലയാള ഭാഷയിൽ പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല. ഇവിടെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതൊരു അഹങ്കാരത്തിൻ്റെ തോന്നല. അങ്ങനെ ദൈവം പഠിപ്പിച്ചതുകൊണ്ട് ഇത്രയൊക്കെ ദൈവം ഇതുവരെ കൊണ്ടുവന്നു. ഇതുവരെ വന്നെത്താൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, രോഗങ്ങൾ, അങ്ങ് CCUവിലെ വെന്റിലേറ്ററിൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ട് വെന്റിലേറ്ററിൽ കയറ്റാതെ കൊണ്ട് പിന്നെ 10 ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ മരിച്ചു പോയെന്നൊക്കെ എല്ലാവരും ഒക്കെ വിചാരിച്ചു. ഞാനും വിചാരിച്ചത് ശരിയാണ്, ഞാൻ തീർന്നു പോയെന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് ഇതുവരെ കൊണ്ടുവന്നു. അതെൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാണ്.
ദൈവത്തിൻ്റെ കൃപയാണ്. ഒന്ന് അറ്റം പറ്റിയിട്ട് തിരിച്ചതാ പിന്നെയും പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇനി വിട്ടേക്കുന്ന ഒരു ദൈവകൃപ. അപ്പം ഞാൻ ഓരോ വർഷവും കഴിയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർക്കും, പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇനി ഇതിൽ വലിയ കാര്യം എന്തോ ഞാൻ ചെയ്യാനുണ്ടോ, പറയാനുണ്ടോ, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ദൈവം എന്നെ ഇങ്ങനെ വെച്ചേക്കില്ലല്ലോ. ഇങ്ങനെ കിടക്കുന്ന ഒരാളിന് ഡോക്ടർമാർക്കറിയാം എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയെന്ന്. യൂറിയ, ക്രിയാറ്റിൻ ഇതൊക്കെ കൂടി പെട്ടെന്ന് കിഡ്നി ഫെയിലായി പോകേണ്ടതാണ്. പക്ഷേ ഈ 56-ാമത്തെ വർഷം ഞാൻ എപ്പോഴും ആഘോഷിക്കുന്നത് അത് തന്നെയാണ്. ഇതിപ്പോൾ സാജുവിൻ്റെ പ്രത്യേക തീരുമാനമാണ്. മറ്റേ ഡിസംബർ 3 എന്ന് പറയുന്ന ലോക വികലാംഗ ദിനം എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അന്നാ ശരിക്കും ഞാൻ ജനിച്ചത്. അപ്പം ഇതുവരെ ജീവിച്ചത് അങ്ങനെയല്ലേ. അപ്പം 56 വർഷം, 56-ാമത്തെ വർഷത്തിലേക്ക് കയറിയിരിക്കുക. ഇതുവരെ കിടന്നിട്ട് കുഴപ്പമില്ലാതെ കൊണ്ടുവന്നത് എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, എൻ്റെ വീട്ടുകാരുടെ മിടുക്കല്ല, ചെഷർ റൂമിൻ്റെ മിടുക്കല്ല. അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് തന്നെ നന്ദി പറയുന്നു. ദൈവമാണ് പഠിപ്പിച്ചത്, ദൈവമാണ് ഇത്രയും കൊണ്ടുവന്നത്. രാവിലെയും വൈകിട്ടുമൊക്കെ ഈ ഇൻഹേലർ അടിച്ചില്ലെങ്കിൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുള്ള എനിക്ക് ഇത്രയും പാടാനുള്ള കൃപ തന്നതും ആ ദൈവം തന്നെയാണ്. പണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടായിരുന്നു. ഇപ്പം ഏതാണ്ട് ശ്വാസം മുട്ടുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ. എൻ്റെ എക്കാലത്തെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ആത്മപ്രിയ തവ സ്നേഹം. അതോർക്കുമ്പോൾ അത് സെനു എന്നുള്ള ഒരാളിനെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞു എനിക്കതാണ് കേൾക്കേണ്ടതെന്ന്. ഈ വർഷവും എനിക്ക് സെനു ആ പാട്ട് പാടിത്തന്നു. ആ പാട്ട് ആൽബത്തിൽ ഇറങ്ങിയ പിന്നെ കുറേ വർഷത്തിലേക്ക് ഞാൻ ആ പാട്ട് മാത്രമേ കേൾക്കുകയുള്ളായിരുന്നു. പാടാൻ പറ്റുകയില്ലെങ്കിലും കേട്ടെങ്കിലും ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അത് തന്നെ കേൾക്കുമായിരുന്നു വർഷങ്ങളോളം. ഇത് മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒരു പാട്ടും ഇല്ലെന്നുള്ള രീതിയിൽ അതായിരുന്നു കേൾക്കുന്നത്. അത് പിന്നെ അത് പാടിയ ആളിനെ അതിന് ട്യൂൺ ചെയ്തതും പാടിയതും ഒക്കെ സെനു തന്നെയാണ്. കാണാനും അല്ലേ എനിക്കറിയാം സെനുവിൻ്റെ ഒരു അല്പം റിലേഷനുള്ള ആളാണ്. ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ അറിയായിരുന്നു. അതിനും കഴിഞ്ഞ വർഷമാണ് ദൈവം അവസരം തന്നത്. ഇവിടെ എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നു. ദൈവം തരുന്ന സ്നേഹത്തിന് നന്ദി. നിങ്ങളെല്ലാവരും വന്നതിനും ഇത്രയും മനോഹരമായ സമയം ചെഷർ റൂമിലെ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നല്ല സമയം സമ്മാനിച്ചതിന് നന്ദി. എൻ്റെ ജീവിതം ആർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ദൈവത്തിനാണ്. യേശുവിൻ്റെ നാമം കൊണ്ട് വാഴ്ത്തപ്പെടട്ടെ. ഈ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ നിങ്ങളിങ്ങനെ പറഞ്ഞ് എന്നെ ഒരഹങ്കാരിയും ഒന്നിനും കൊള്ളാത്തതുമാക്കി തീർക്കരുതേ എന്നൊക്കെയുള്ള ഒരഭ്യർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ചാവാറായ ശേഷിപ്പുകളെ വീണ്ടും നിലനിർത്തുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് മനോഹരമായി പാടിയ സരസ്വതിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കാർമേഘത്തിന് മീതെ പ്രഭ ചൊരിയുന്ന സൂര്യനെ പോലെ പാതയുടെ അങ്ങേയറ്റത്തായി നിന്റെ മുഖമുണ്ടല്ലോ. അവിടെ ഞാൻ എത്തുമ്പോൾ വഴിയുടെ മുഴുവൻ കാഠിന്യവും ഞാൻ മറഞ്ഞിരിക്കും. ഇതത്രേ സരസ്വതിയുടെ പ്രത്യാശ. അതേ വൈകല്യം ബാധിച്ച മനസ്സും ആരോഗ്യമുള്ള ശരീരവുമായി അനേകർ കുടുംബത്തിനും സമൂഹത്തിനും തീരാശാപമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സരസ്വതിയെയും ചന്ദ്രികയും ഒക്കെ ഞങ്ങൾ അഭിമാനത്തോടെ പ്രസന്റ് ചെയ്യുന്നു. ഈ സംഗീത കൂട്ടായ്മയിലെ അവസാന ഗാനവുമായി ഡോക്ടർ വിനീത് ഒരു പാട്ടും കൂടെ സരസ്വതി പാടുന്നു. സരസ്വതി അതിനെ ക്ഷണിക്കുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹ